ഒറ്റയാൾ നായകൻ എന്ന ഈ പുസ്തകം, എൻ്റെ അച്ഛൻ്റെ ഈ പുസ്തകം, അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയെക്കുറിച്ചുള്ള വിവരണം, അതൊരു പുസ്തക രൂപത്തിലാക്കി ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും അത് ചെറുപ്പക്കാർക്കും അതുപോലെ വളർന്നു വരുന്ന തലമുറയ്ക്കും ഒരുപാട് നല്ല പാഠങ്ങൾ നൽകുമെന്നാണ് എൻ്റെ വിശ്വാസം. വ്യക്തിപരമായി ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്ന നിലയ്ക്ക് ഞങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു വ്യക്തിത്വമാണ്. വളരെ കർക്കശ സ്വഭാവമുള്ള അദ്ദേഹം ഒരിക്കലും തന്നെ ഞങ്ങളെ ഇന്ന വഴിക്ക് നയിക്കുക അല്ലെങ്കിൽ ഇതായിരിക്കണം നിങ്ങളുടെ പാത എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. കവളപ്പാറ പുത്തൻ വീട്ടിൽ ജന്മമെടുത്തതിന് ശേഷം ആര്യഞ്ചിറ സ്കൂളിലും അത് കഴിഞ്ഞ് ഷൊർണൂർ സ്കൂളിലും പഠിച്ച് പുറത്തിറങ്ങി, അതും കേരളത്തിലെ ഉന്നത മാർക്കോടുകൂടി, ഏറ്റവും വലിയ മാർക്കോടുകൂടി ഫോറം പാസ്സായി പുറത്തിറങ്ങിയ അദ്ദേഹത്തിന് മുന്നോട്ടുള്ള പഠനം വഴിമുടങ്ങിയ ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ, ബർമയിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അവിടെ നിന്ന് സ്വരൂപിച്ച സാമ്പത്തികം അല്ലെങ്കിൽ കാശുകൊണ്ട് നാട്ടിൽ പടുത്തുയർത്തിയ അല്ലെങ്കിൽ നാട്ടിൽ വാങ്ങിയ സ്ഥാപനം അല്ലെങ്കിൽ സ്ഥലം കേരള സർക്കാർ അന്ന് ഭൂഷ് പരിഷ്കരണ നിയമത്തിൻ്റെ ആ സമയങ്ങൾക്ക് മുന്നേ തന്നെ ഏറ്റെടുത്ത ചരിത്രമുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ അത് നോക്കുവാൻ ഏൽപ്പിച്ച ആളുകൾ അദ്ദേഹത്തെ കൈവിട്ട കാലമുണ്ടായി. അങ്ങനെ ഒരുപാട് തിക്ത അനുഭവങ്ങളിലൂടെ ജനിച്ച അദ്ദേഹത്തിന്, മൂത്ത പുത്രനായ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന് പിന്നീട് തുടർന്നങ്ങോട്ടുള്ള പഠനം വഴിമുട്ടിയപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, അദ്ദേഹം കാടാമ്പുഴ ക്ഷേത്രത്തിൻ്റെ റോഡ് പണിക്ക് വരെ പോയി അതിൻ്റെ സൂപ്പർവൈസറായി ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. അവിടെ നിന്ന് ആരംഭിച്ച് പിന്നെ ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്ത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അറിയാവുന്നത് കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ സെലക്ഷനിൽ പങ്കെടുത്ത് ഇന്ത്യൻ എയർഫോഴ്സിൽ കയറി അദ്ദേഹം പിന്നീട് അങ്ങോട്ടുള്ള കാലം വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ച് ഒരുപാട് ഡിഗ്രികൾ കരസ്ഥമാക്കി ചാർട്ടേഡ് എഞ്ചിനീയറായി പുറത്തിറങ്ങിയ ഒരു ചരിത്രമാണുള്ളത്. അദ്ദേഹം ആ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പഠിച്ച് പുറത്തിറങ്ങിയതിനു ശേഷം 1968 പാലക്കാടാണ് അദ്ദേഹം ആദ്യമായി ജീവിതം ആരംഭിക്കാൻ ശ്രമിച്ചത്. അത് പല കാരണങ്ങൾ കൊണ്ടും പല കൂടെയുള്ള ആളുകൾ തന്നെ അതിന് തുരങ്കം വെച്ചപ്പോൾ അദ്ദേഹത്തിന് അത് ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം ചാലക്കുടിയിലെ ഒരു കോളേജിൽ അധ്യാപകനായി ജീവിതം ആരംഭിച്ചു. അവിടെ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ അവിടെ നിന്നും വരേണ്ടി വന്നു. പിന്നീട് വീണ്ടും സ്വന്തമായൊരു പ്രസ്ഥാനം ആരംഭിച്ചു. അതും തകർന്നടിഞ്ഞ് മറ്റാളുകൾ ഗൾഫിലേക്ക് പോകുന്ന കാലത്ത് സ്വന്തം രാജ്യത്തെ കൈവിടാൻ എനിക്ക് കഴിയില്ല, പ്രത്യേകിച്ച് ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ഇന്ത്യയുടെ ഭാഗമായി ജീവിച്ച ആളാണ്, ഭാരതത്തിന് വേണ്ടി അല്ലെങ്കിൽ നാടിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കൂ എന്നൊരു ദൃഢപ്രതിജ്ഞയെടുത്ത വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം കോയമ്പത്തൂരിലേക്ക് പോവുകയും കടലക്കാരൻ സ്ട്രീറ്റിൽ ട്യൂഷൻ അധ്യാപകനായി ജീവിതം ആരംഭിച്ച് അവിടെ നിന്ന് തുടങ്ങി അദ്ദേഹത്തിൻ്റെ യാത്ര കേവലം അദ്ദേഹം ഒറ്റയ്ക്കൊരു മുറിയിൽ ആരംഭിച്ച ആ ജീവിതം പിന്നീട് 84 കുനിയമ്പത്തൂരിൽ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഒരു എയറോനോട്ടിക്കൽ കോളേജ് ആരംഭിക്കുമ്പോൾ അത് ഇന്ത്യയിലെ ആദ്യത്തെ 7 എയറോനോട്ടിക്കൽ കോളേജുകൾ ഒന്നായി മാറി എന്നുള്ളതാണ് ചരിത്ര സത്യം. അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് ജോലി ചെയ്തിരുന്ന 5 ആളുകളായിരുന്നു. പിന്നീട് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യവും സന്തോഷവുമുള്ള ഒരു കാര്യം, ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് 3000-ലധികം അംഗങ്ങളുണ്ട് എന്നുള്ളതാണ്. എത്രയോ ആളുകൾക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകുകയും അതുപോലെ തന്നെ പല ആളുകളെയും ഞങ്ങളും അല്ലെങ്കിൽ കൂടെയുള്ള ആളുകൾ പോലും അറിയാതെ കൈപിടിച്ചുയർത്തുകയും ചെയ്ത ചരിത്രമുള്ളൊരു വ്യക്തിത്വമാണ്. പുറമേക്ക് വളരെ കർക്കശ സ്വഭാവമുള്ള ആയിരുന്നെങ്കിലും പല ആളുകളോടും വളരെ സ്നേഹത്തോടെയും പെരുമാറുവാനും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാനും അദ്ദേഹം ഒരിക്കലും മടിച്ചിട്ടില്ല. പുറമേക്ക് ഇത്രയും കർക്കശക്കാരനായ അച്ഛൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ഏറ്റവും ലാളിത്യത്തോടു കൂടിയാണ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ജീവിതയാത്രക്കിടയിൽ ഒരുപാട് തിക്താനുഭവങ്ങൾ അദ്ദേഹത്തിന് നേരിട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലായാലും മറ്റു മേഖലകളിലായാലും തന്നെ അദ്ദേഹത്തിൻ്റെ അഭിരുചിക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ ഒരുപാട് തിക്താനുഭവങ്ങൾ നേരിട്ട വ്യക്തിത്വമാണ്. അതിനുശേഷം അദ്ദേഹം എപ്പോഴും തന്നെ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം സ്വന്തം നാട്ടിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു വസ്തുതയാണ്. അങ്ങനെയാണ് കുളപ്പുള്ളിയിൽ അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഒരു മെറ്റൽ ഇൻഡസ്ട്രി ആരംഭിക്കുകയും അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. അതിനുശേഷം വാണിയംകുളത്ത് ഒരു ബ്രഷ് ഇൻഡസ്ട്രി സിക്ക് യൂണിറ്റായി പൂട്ടിക്കിടന്നിരുന്ന ഒരു ശ്രീകൃഷ്ണ എന്ന് പറയുന്ന ബ്രഷ് ഇൻഡസ്ട്രി ഏറ്റെടുത്ത് അതിനെ റിനോവേറ്റ് ചെയ്ത് അത് വളരെ നല്ല നിലയിൽ കൊണ്ടുപോയി. പിന്നീട് കേരളത്തിൻ്റെ ഈ പോളിസി കൊണ്ട്
അദ്ദേഹത്തിന് അത് അടച്ചുപൂട്ടേണ്ട ഒരു കാലഘട്ടം വന്നു. അദ്ദേഹം ഒരു വിഷമവും കൂടെ അത് അടച്ചുപൂട്ടുകയും അതിലുള്ള ആളുകളെ നല്ല രീതിയിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. പിന്നീട് 2002 കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് പ്രൈവറ്റ് സെക്ടറിന് വാതിൽ തുറന്നു കൊടുത്തപ്പോൾ അദ്ദേഹം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തേക്ക് ചുവട് വയ്ക്കുകയും ആ കാലഘട്ടത്തിൽ ആദ്യത്തെ കോളേജായ 13 കോളേജുകളിൽ ഒന്നായി നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് റിസർച്ച് സെൻറ്റർ പാമ്പാടിയിൽ ആരംഭിക്കുകയും പിറ്റേ വർഷം നെഹ്റു കോളേജ് ഓഫ് ഫാർമസി കേരളത്തിലെ ആദ്യ കോളേജുകളൊന്നായി ആരംഭിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ അദ്ദേഹം ഒരുപാട് വിദ്യാഭ്യാസം ആരംഭിക്കുകയും അതെല്ലാം ഉന്നത നിലവാരത്തിലുള്ള ക്വാളിറ്റിയുള്ള സ്ഥാപനങ്ങളായി മാറ്റി. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന നിലയ്ക്ക് ഗ്യാസ് വാൾവ് മാനുഫാക്ചറിങ്ങിൽ ഇറങ്ങുകയും ആ ഗ്യാസ് വാൾവ് മാനുഫാക്ചറിങ് അതിൻ്റെ പാറ്റൻറ്റ് നേടി അത് മുന്നോട്ട് പോകുമ്പോൾ ഭാരത സർക്കാരിൻ്റെ പ്രത്യേകിച്ച് പഞ്ചാബ് ലോബിയുടെ ഒരു ശക്തമായ ഇടപെടലിനെ തുടർന്ന് അദ്ദേഹം അത് വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. ഇന്നും ഞങ്ങളതൊരു പുരാതന വസ്തുവായി ഒരു മ്യൂസിയത്തിൽ എടുത്തു വെക്കുന്ന ഒരു സാധനമായി വാൾവിനെ ഞങ്ങൾ ഇന്നും എടുത്തു വെച്ചിരിക്കുകയാണ്. അത്രയും കഠിന പ്രയത്നത്തിലൂടെ അത്രയും ദീർഘവീക്ഷണത്തിലൂടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഇടതു കൈയും വലതു കൈയും ചെയ്യുന്നത് ഇരു കൈകളും അറിയാതെ ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ്. പുറമേക്ക് ഇത്രയും കർക്കശക്കാരനായ ആ വ്യക്തി എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടിയും വളരെ വാത്സല്യത്തോടു കൂടിയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുമാണ് ജീവിതകാലം മുഴുവൻ യാത്ര ചെയ്തത്. എത്രയോ കഠിനമായ പാതകളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുട്ടിക്കാലത്ത് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് അനുഭവിച്ച കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് അപ്സും ഡൗൺസും ഉണ്ടായപ്പോൾ കൂടെ നിന്ന ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ശക്തി. അദ്ദേഹം ഒരിക്കലും കൂടെ നിന്ന ആളുകളെ ഒരിക്കലും കൈവിട്ടിട്ട് ചരിത്രം ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിത്വം ആണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്.